ഇതെൻ്റെ ഇക്കയാണ്. അനു മജീദ് എന്നാണ് പേര്. പെട്ടെന്നൊന്ന് ബ്ലഡ് വൊമിറ്റ് ചെയ്തതാണ്. അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നപ്പോൾ വീണ്ടും ബ്ലഡ് വൊമിറ്റ് ചെയ്ത് അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് എന്നാണ് പറഞ്ഞത്. 6 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ലിവർ ഞാൻ കൊടുത്തോളാം, പക്ഷെ സാമ്പത്തികം നമ്മളെ 1 കൊല്ലമായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അസ്സലാമലൈക്കും. ഈ പൊന്നു പെങ്ങള് നമ്മുടെ മുമ്പിൽ അപേക്ഷിച്ചത് നിങ്ങളെല്ലാവരും കണ്ടു കാണും. ലിവർ ഞാൻ കൊടുത്തോളാം, നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണം എന്നാണ് ഈ സഹോദരി നമ്മുടെ മുമ്പിൽ വന്നിട്ട് കരഞ്ഞ് കൈ നീട്ടിയത്. ആരും ഈ സഹോദരിയുടെ വാക്കുകൾ തട്ടിക്കളയരുത്. യത്തീമായ ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുത്ത ഒരു നന്മ ചെയ്ത ഒരു യുവാവാണ്. അവന്റെ ഒരു ആഗ്രഹമായിരുന്നു, വലിയൊരു ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു അവൻ നടപ്പിലാക്കിയത്. ഒരു നിവൃത്തിയില്ല, വാടകയ്ക്കാണ് കിടക്കുന്നത്. ചികിത്സ തന്നെ ഇവിടുത്തെ കൂട്ടുകാരൊക്കെ സമാഹരിച്ച തുക കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 25 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരന്റെ ജീവിതം നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയും. എല്ലാവരും മനസ്സറിഞ്ഞ് സഹായിക്കണം, ദുആ ചെയ്യണം ഈ കുടുംബത്തിന് വേണ്ടിയിട്ട്. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. PMA സലാമാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയില് കങ്ങരപ്പടി പുതിയ റോഡ് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇപ്പൊ നമ്മുടെ അനൂപ് മജീദ് എന്ന് പറയുന്ന സഹോദരന്റെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സംബന്ധമായ ഒരു കാര്യത്തിൽ ചെറിയൊരു ചികിത്സാ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ഭാര്യ ഖദീജ, ഇത് ഉമ്മായാണ്. ഏകദേശം 25 ലക്ഷം രൂപയോളം മുടക്ക് വരുന്ന ഈ ചികിത്സയ്ക്ക് ഒരു നിവൃത്തിയില്ലാതെ നിൽക്കുകയാണ് ഇവർ. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഏകദേശം 1 വർഷത്തെ താഴെയായിട്ടുള്ള ഒരു വിവാഹം കഴിഞ്ഞിട്ട് സന്തോഷമായി ജീവിച്ചു വരുന്നതിനിടെയാണ് ഇങ്ങനെ വലിയൊരു ദുരന്തം ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അപ്പോ ഒരു നിർവാഹമില്ല. ആ കുട്ടി തന്നെ പറയുന്നുണ്ട്, ഞാൻ ലിവർ കൊടുക്കാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് സാമ്പത്തികമില്ല. അനൂപ് എന്റെ വന്നപ്പോ എന്റെ അടുത്ത് അനൂപ് മജീദ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് എത്തിയമാര് കുട്ടി വിവാഹം കഴിക്കുന്ന ആഗ്രഹമായിരുന്നു, ഞാൻ കഴിച്ചു. പക്ഷെ ഇങ്ങനൊരു അവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ കുട്ടിയെ വിവാഹം കഴിക്കില്ലായിരുന്നു. കാരണം അതിന്റെ ജീവിതം കളയാൻ ഞാൻ നിൽക്കില്ലായിരുന്നു എന്ന് വളരെ സങ്കടത്തോടുകൂടി പറഞ്ഞു. സാർ, നമ്മുടെ കണ്ണ് നിറഞ്ഞ ഒരു അവസ്ഥയായി പോയി. അതുകൊണ്ട് മാക്സിമം എല്ലാവരും സഹായിക്കുന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ അകത്ത്.